ചിത്രങ്ങൾ. കാരണം ഈ പറയുന്ന പോലെ ഒരു അമ്മാവിനെ കാണാനോ മുത്തശ്ശനെയോ അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയോ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ കുറച്ച് നാൾ മുമ്പ് വരെയുണ്ട്. പക്ഷേ ദൃശ്യമൊക്കെ അതിന് വലിയൊരു ആശ്വാസമാണ്, ദൃശ്യം എന്ന് പറയുന്ന സിനിമ. കാരണം ന്യൂ ജനറേഷൻ സിനിമകളോട് എനിക്കെതിരെ അഭിപ്രായങ്ങളൊന്നുമില്ല. കാരണം ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അത് മേക്ക് ചെയ്യുന്നവരാണ്, അതിൻ്റെ ഡയറക്ടറും റൈറ്ററും തന്നെയാണ്. അതെങ്ങനെ ആവണം ആ സിനിമ, എന്തൊക്കെ ക്യാരക്ടേഴ്സ് വേണം, ഏത് രീതിയിലുള്ള കഥയായിരിക്കണം നമ്മൾ പറയുന്നത് എന്നുള്ളത് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലമായിരിക്കും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ റൈറ്ററാണെങ്കിലും ഡയറക്ടറാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനോ അത് മോശമാണെന്നോ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യരുതെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും ഇതുപോലുള്ള സിനിമകളാണ്. മുമ്പൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ സമയം കിട്ടുന്ന പോലെ വെള്ളിയാഴ്ച ശനിയാഴ്ചയോ കുടുംബം പുറത്തോട്ടിറങ്ങി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോടെങ്കിലും വിളിച്ചു ചോദിക്കും, അല്ല നമുക്ക് പിള്ളേരായിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്നതാണെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കുടുംബം പുറത്തോട്ടിറങ്ങുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം ചില സിനിമാ പ്രവർത്തകർ തന്നെയാണ്. അങ്ങനെ ഉണ്ടാവാതെ നമുക്കിഷ്ടമുള്ള പോലെ സിനിമ ഉണ്ടാക്കാം, പക്ഷെ അത് നമ്മുടെ കുടുംബവും നാളെ ഒരിക്കൽ വീട്ടിൽ ടി വിയിലിരുന്ന് കാണേണ്ടതാണ് എന്ന് വിചാരിച്ച് സിനിമ ഇപ്പോൾ അതിന് ഇച്ചിരി കുറവുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ താരങ്ങൾ ഇന്നും മലയാള സിനിമയിലുണ്ട്. അവരുടെ സിനിമകൾക്ക് എപ്പോഴും അതിൻ്റേതായ ഒരു സ്വീകാര്യത ഉണ്ടാവും. അതിപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാളി കണ്ട് ശീലിച്ച അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കാണുന്ന കുറച്ച് ക്യാരക്ടേഴ്സും കുറച്ച് അനുഭവങ്ങളും ഒക്കെ ഉള്ളത് അത്തരം സിനിമകളിൽ മാത്രമേ ഉള്ളൂ. അത്തരം സിനിമകൾ എന്നും നിലനിൽക്കുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ന്യൂ ജനറേഷൻ സിനിമകളിൽ കഴിവുള്ളവരുണ്ട്, അവരൊക്കെ കയറി വരട്ടെ, അവരൊക്കെ നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കട്ടെ. സിനിമയ്ക്ക് ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ നല്ലതാണ്, നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ എന്ന് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഞാനൊരു കോട്ടയംകാരനാണ്. ചാച്ചൻ, അമ്മച്ചി, ഞാൻ, എൻ്റെ ചേട്ടൻ, ഇതായിരുന്നു എൻ്റെ കുടുംബം. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ അല്ല 9 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട് എനിക്ക്. ചാച്ചൻ മരിച്ചിട്ട് ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ. ചാച്ചൻ കോട്ടയത്ത് പോലീസുകാരനായിരുന്നു, വിജിലൻസിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. അമ്മച്ചി കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഹെഡ് നേഴ്സായിരുന്നു. അമ്മച്ചി ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. എനിക്കൊരു ചേട്ടനേ ഉള്ളൂ, ഷിബു എന്നാണ് പേര്. അച്ഛനിപ്പോൾ ഫാമിലിയായിട്ട് ബഹ്റിനിലാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ചേച്ചി ടീച്ചറാണ് അവിടെ, ഒരു മോനാണ് അവർക്ക്. ഇവിടെ ഞാനും എൻ്റെ ഭാര്യ ഒരു ഡിനി എന്നാണ്, 2 മക്കൾ. മൂത്ത മോളാണ്, മോളുടെ പേര് ഹന്ന, മോൻ്റെ പേര് യോഹൻ. അമ്മച്ചിയുടെ പേര് റെജീന. ഞങ്ങൾ കലൂരാണ് ഇപ്പോൾ താമസം. കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ചാച്ചനും അമ്മച്ചിയും ഗവൺമെൻറ് സർവീസിലായിരുന്നെങ്കിൽ ഒരിക്കലും അവരാഗ്രഹിച്ചിരുന്നിരിക്കാം ഞാനൊക്കെ പ്രത്യേകിച്ച് ചാച്ചൻ പോലീസുകാരനായതുകൊണ്ട് നമ്മളൊരു രണ്ടാമക്കളല്ല, ആരെങ്കിലും ഒരാളൊരു പോലീസുകാരനാവണമെന്നൊക്കെ ചാച്ചൻ ആഗ്രഹിച്ചിരിക്കാം. ചിലപ്പോൾ ആഗ്രഹം നടക്കാതെ കൊണ്ടായിരിക്കാം ഒരുപാട് സിനിമകൾ നമുക്ക് പോലീസ് വേഷം ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയതും. ഇപ്പോൾ ദൃശ്യം പോലൊരു മെഗാ ഹിറ്റ് സിനിമയിലൊരു പോലീസുകാരനായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയതും. പക്ഷേ ദൃശ്യത്തിലെ പോലീസുകാരനെ പോലെ ആയിരുന്നില്ല എൻ്റെ ചാച്ചൻ. വളരെ നല്ലൊരു പോലീസുകാരനായിരുന്നു. ആരുടെയും 5 പൈസ പോലും കൈക്കൂലി മേടിക്കാത്ത, ആരുടെയും ശാപം വെക്കാത്തൊരു പാവം പോലീസുകാരനായിരുന്നു. അപ്പം പണ്ട് മുതലേ നമ്മൾ മിമിക്രിക്ക് പോകുന്ന സമയം മുതലേ കോട്ടയത്തൊക്കെയാണ് പ്രോഗ്രാം, ചാച്ചൻ പ്രോഗ്രാം കാണാൻ വരും. അടുത്താണെങ്കിൽ രാത്രി എത്ര ലേറ്റായിട്ടാണ് വരുന്നതെങ്കിലും ഞങ്ങൾ വന്നു കഴിഞ്ഞുകൊണ്ട് 2 പേരോട് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കൂടുതലും ബ്രെഡും പോത്തിറച്ചിയൊക്കെ ആയിരിക്കുമല്ലോ. കോട്ടയംകാരായതുകൊണ്ട് പോത്തിറച്ചി ഒരു മെയിൻ വീക്ക്നെസ് ആണല്ലോ. രാത്രി 2 മണി 3 മണി ആകുമ്പോഴാണ് വരുന്നതെങ്കിലും ഇത് ചൂടാക്കി തരും. ഇരുന്നിട്ട് അന്ന് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അവിടെ ഇന്ന നടൻ MG സോമനെ ചെയ്തപ്പോൾ കൈയടിച്ചു, അല്ലെ സുരേഷ് ഗോപി വന്നപ്പം ഇങ്ങനെയായിരുന്നു ഷിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല വിശേഷങ്ങൾ പറയും. ആർക്കെങ്കിലും പറ്റിയ അബദ്ധങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് ആസ്വദിച്ച് ചിരിച്ചിട്ട് വെളുപ്പിനെ ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ വീണ്ടും നേരെ കലാഭവനിലോട്ട് പോകും. കോട്ടയത്തായിരുന്നു, നേരെ കലാഭവനിലോട്ട് പോകും. ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛനും അമ്മച്ചി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കലാഭവനിലൊക്കെ വരുന്നതിനൊക്കെ മുൻപ് നമുക്ക് പൈസ എന്നുള്ളതല്ലായിരുന്നു അന്നും, മനസ്സിലായില്ല. നമുക്ക് മിമിക്രി ചെയ്തിട്ട് പൈസ കൊണ്ട് വീട്ടിൽ കൊടുക്കും, പൈസ കൊണ്ട് ദൈവാനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ദിലീപേട്ടനോട് അത് പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ ശിവരാത്രിക്കൊക്കെ കോട്ടയത്ത് നമ്മൾ ഈ മാട്ടപ്പരിപാടി എന്നാണ് പറയുന്നത്. ഞങ്ങളൊരു 4-5 പേര് ചേർന്നിട്ട്, മിമിക്രിക്കാർ ചേർന്നിട്ട് ചെറിയ പരിപാടി പിടിക്കും. മാട്ട എന്നതിന് പറയുന്നത്. അപ്പോൾ നല്ല പൈസയും കിട്ടും, ഞാൻ വലിയ ടെൻഷനില്ല. ചെന്നിട്ടൊരു 3-4 സ്കിറ്റ് ചെയ്യുക, വേറെ ഗാനമേള അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അതിനിടയ്ക്ക് ചെയ്യാൻ പോരും, അങ്ങനെയുള്ള പരിപാടിയാണ്. ശിവരാത്രിക്കൊക്കെ 2-3 ഷോയൊക്കെ ഉണ്ടാവും. ഒരു ശിവരാത്രിക്ക് 3 ഷോ ഉണ്ടായിരുന്നു. ഒരു അമച്ചർ ടീമായിരുന്നു കോട്ടയത്തുള്ള. ഞങ്ങളൊരു 4-5 പേര് ചേർന്ന്. അപ്പോൾ 3 പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിനെ രാവിലത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആയി. ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കാണാം അപ്പുറത്ത് വീട്ടിൽ അവരൊക്കെ പല്ല് തേച്ചുകൊണ്ടിരുന്ന പ്രോഗ്രാം കാണുന്നത്. അത്രയും വെളുപ്പിനെയായി, ശിവരാത്രിയല്ലേ. രണ്ടൊരു വീട്ടുകാരൊക്കെ പല്ലൊക്കെ തേച്ചുകൊണ്ടിരുന്നാണ് ഞങ്ങളുടെ സ്റ്റേജിലോട്ട് നോക്കി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ എവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തൊണ്ട കീറിക്കൊണ്ടിരിക്കുക. അവർ പല്ലൊക്കെ തേച്ചുകൊണ്ടിരുന്ന മിമിക്രി കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെ വാരിശ്ശേരിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കോട്ടയത്ത് വാരിശ്ശേരി കവലയിൽ ജീപ്പാണ് പോകുന്ന പ്രോഗ്രാമിന് പോകുമ്പോൾ.
ജീപ്പിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പൈസ ചുരുട്ടി ഞങ്ങളുടെ കയ്യിൽ തന്നു. ഇവർ വണ്ടി വിട്ട് പോയി. ഞാനും അച്ചായനാണ് വിളിക്കുന്നത്. ഞാനും അച്ചായനോട് വീട്ടിട്ട് ഇങ്ങനെ നടക്കും. തുറന്ന് നോക്കുമ്പോൾ എനിക്ക് 30 രൂപയുണ്ട്, അച്ചായന് 30 രൂപയുണ്ട്. 10 രൂപയാണ് ഒരു പ്രോഗ്രാമിന് ശിവരാത്രിക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? അതൊക്കെ അന്നും പൈസ തന്നില്ലല്ലോ, കഷ്ടം, അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഓക്കെ, ഇത്രേ ഉള്ളത്. നമ്മൾ അത്രയൊക്കെ ഒരു കഷ്ടപ്പെട്ട് അതുപോലെ നമ്മൾ കല എന്നതിനോടൊരു ആത്മാർത്ഥത കാണിച്ചതിൻ്റെയൊക്കെ ഒരു പ്രതിഫലമാവാം ദൈവം ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ വേഷങ്ങളും ഇതുപോലുള്ള ജനങ്ങളിൽ നിന്നുള്ളൊരു സ്നേഹം എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ വൈഫ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം കല്യാണത്തിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം പുറകിൽ അവളുടെ ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവളുടെ ഒരു സപ്പോർട്ട്, അവളുടെ കുറേ അഭിപ്രായങ്ങൾ, അതൊക്കെ ഒരുപാട് സ്ഥാനമുണ്ട് അതിന്. ഇപ്പോഴെന്ത് കാര്യമാണെങ്കിലും ഞാൻ അവളോട് ഡിസ്കസ് ചെയ്തിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി അവളോട് ഞാൻ ചോദിക്കട്ടെ ഇത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവളൊരു തീരുമാനം പറയും. അപ്പോൾ ഓക്കെ, കറക്റ്റ് ആയിരിക്കും അവൾ പറയുന്നതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. കാര്യം അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ഈ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 വർഷമായി. മിമിക്രിയും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞങ്ങളുടെ കല്യാണം. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്നും അവൾ പറയും, ഒരു ഹണിമൂൺ എന്ന് പറഞ്ഞ് എങ്ങും പോവുമോ അങ്ങനെ പരിപാടികളൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അവളിപ്പോഴും പറയും, നമ്മൾ എന്നായിരിക്കും ഇനി നമ്മൾ ഹണിമൂൺ എന്തെങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് ഇപ്പോഴും പറഞ്ഞ് കളിയാക്കാറുണ്ട് അവൾ. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും പറഞ്ഞ് ശല്യപ്പെടുത്താത്ത, എന്നാൽ അന്നും അവർ കിട്ടുന്നത് കൊണ്ട് സമാധാനപരമായിട്ട് കുടുംബം എല്ലാം നോക്കി ഒരു കുഴപ്പമില്ലാതെ എല്ലാ സപ്പോർട്ടും നിന്ന് കൂടെ നിൽക്കുന്നൊരു ഭാര്യയാണ് ദൈവം എനിക്ക് തന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ, അവർ ഇപ്പോഴല്ലേ, മോൾക്ക് 8 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. മോൻ പ്ലേ സ്കൂളിലാണ്. അവർക്കൊക്കെ സന്തോഷം. സിനിമകളൊക്കെ കാണുമ്പോൾ സ്കൂളിൽ ചെന്ന് ദൃശ്യം നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവളിൽ നിന്ന് വന്ന് പറയും. അപ്പോൾ പിള്ളേരെല്ലാം കണ്ടു. ഞാൻ വിചാരിച്ച കൊച്ച് ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് പേടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ പറഞ്ഞു, സിനിമയല്ലേ അപ്പോൾ സിനിമയല്ലേ പോലീസുകാരനല്ലേ അപ്പോൾ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അവൾക്ക് ദേഷ്യം വരുമെന്നൊക്കെ വിചാരിച്ചു, പേടിയൊക്കെ വരുമെന്ന്. കുഴപ്പമൊന്നുമില്ല, അവൾ ചിന്തിക്കാൻ കഴിവുള്ള കുട്ടിയൊക്കെയാണ്. തീർച്ചയായും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പറ്റില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കലാകാരൻ്റെ ജീവിതമൊക്കെ അറിയാമായിരിക്കുമല്ലോ. നമുക്ക് എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ഇൻവോൾവ് ആവാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് പിള്ളേരുടെ പഠിത്ത കാര്യങ്ങളൊക്കെ. അതെല്ലാം നോക്കുന്ന ഭാര്യ തന്നെയാണ്. കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങളാണല്ലോ, അവരുടെ കാര്യങ്ങളും വീട്ടിലെ അമ്മച്ചിയുടെ കാര്യങ്ങളും എല്ലാം ഭാര്യ തന്നെയാണ് നോക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് നന്നായി പോകുന്നു. മിമിക്രി എന്നും ഇഷ്ടപ്പെടുന്ന കലയാണ്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൂടുതലും പുറത്തോട്ടുള്ള പ്രോഗ്രാംസാണ്. കാര്യം ഇവിടെ ഇപ്പോൾ ഒരു പ്രോഗ്രാം പിടിക്കാനുള്ള ധൈര്യക്കുറവുള്ളതുകൊണ്ടാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന പോലെ ഒരു സ്ഥിരം ടീം നമുക്കില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിട്ട് നമ്മൾ ഒരാളെ വിളിച്ച് ഒരു ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ പറഞ്ഞതുപോലെ പണ്ടങ്ങനെ നമ്മളൊരു ടീമാണ്. നമ്മളൊരു പ്രോഗ്രാം പിടിച്ചാൽ 13-ാം തീയതി ഫ്രീ ആക്കി ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിരിക്കുകയാണ്, വേറെ ഒന്നും പിടിക്കില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാൻ 1-2 സ്ഥലത്ത് അനുഭവിച്ചു. ഇവർ അവിടെ ഇവിടെ എല്ലാം പ്രോഗ്രാം പിടിച്ച് വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിന് സമയത്തെത്തില്ല. നമ്മളൊന്നാമത്തെ കാര്യം ഈ കലാഭവൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ആ ഒരു ചിട്ടയിലും ഇതിലൊക്കെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മളോട് 8 മണിക്ക് ലൊക്കേഷനിൽ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമായിരിക്കും 11 മണിക്കൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ. എങ്കിലും 8 മണിക്ക് എത്തിയില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ് ഉള്ളിൽ. നമുക്കറിയാം 11 മണിക്ക് എന്നിട്ടേ കാര്യമുള്ളൂ, കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. 8 മണിക്ക് അവിടെ എത്തിയില്ലെങ്കിൽ ടെൻഷൻ. അവിടെ വന്നിരുന്ന് സംസാരിച്ചാലും കുഴപ്പമില്ല, എത്തിയില്ല ടെൻഷൻ. അത് കലാഭവനിൽ നിന്ന് കിട്ടിയ ഒരു ടീച്ചിങ്ങാണ്, ആബേലച്ചൻ്റെ ഒരു ക്ലാസ്സാണത്. പക്ഷെ അത് ഇന്ന് പലർക്കും ഇല്ല. അതുകൊണ്ട് സമയത്തെത്തുക, പറഞ്ഞ സമയത്തെത്തുക, അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അത് പലർക്കും ഇല്ല. അതുകൊണ്ട് നമുക്കൊരു ടെൻഷനാണ്. പക്ഷേ പുറത്തോട്ടുള്ള പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ദിലീപേട്ടനൊപ്പം ഞങ്ങൾ ഓസ്ട്രേലിയ പ്രോഗ്രാം പോയിരുന്നു. ഈ വർഷവും ഞങ്ങൾ അമേരിക്ക ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗൾഫ് പ്രോഗ്രാംസ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോൾ പറഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരാഴ്ച മുമ്പ് അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ട് സ്കിറ്റുകളൊക്കെ എഴുതി റെഡിയാക്കി റെക്കോർഡ് ചെയ്ത് പ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ പോലെ പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെ വെച്ച് പറഞ്ഞ് കയറലല്ല. അതുകൊണ്ട് കൂടുതലും ഗൾഫിലോട്ടുള്ള അല്ല യൂറോപ്പ്, അമേരിക്ക അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെയാണ് കൂടുതലും. മിമിക്രി അന്നും ഇന്നും കാണുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ സിനിമ നമ്മുടെ സ്വപ്നമായിരുന്നു. ദൈവാനുഗ്രഹിച്ച് നമ്മളെ സിനിമയിലേക്ക് എത്തിച്ചു. അത്യാവശ്യം നല്ല നല്ല വേഷങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതെല്ലാം ഈ പറയുന്നത് പോലെ നന്നാക്കി ചെയ്യണം. എല്ലാ സിനിമകളും ദൃശ്യം പോലെ ആവട്ടെ, ദൃശ്യം പോലെ നന്നാവട്ടെ, ദൃശ്യത്തിനെ പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമകളും നന്നായി എല്ലാ ക്യാരക്ടേഴ്സും ജനങ്ങൾ ഇഷ്ടപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷമാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.